മക്കളെ, ഇന്ന് നമുക്ക് ഗലീലിയോ എന്ന ചാപ്റ്ററിലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അതായത് ബാച്ചിത്ത് ഡയറി രണ്ടും നോക്കാം. കമൻറ്റിൽ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ ക്ലാസ് ചെയ്യാൻ വേണ്ടി കുറച്ച് വൈകിപ്പോയി. ഇത് കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ക്ലാസ് കണ്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. पूर्णमासी की रात में गैलीलियो और उसके दोस्त ने खुद अनुभव करके यह पहचाना कि रात में चांद का हमारे साथ चलना केवल एक भ्रम है. इस संदर्भ में दोनों के बीच की संभावित बातचीत लिखी. പൂർണ്ണമാസി രാത്രിയിൽ ഗലീലിയോയുടെ ഫ്രണ്ടും അവർക്കൊരു അനുഭവം ഉണ്ടായി. എന്താണ്? ഈ ചാന്ത് ഹമാര സാത്ത് ചലന, ചന്ദ്രൻ അവരോടൊപ്പം നടക്കുക എന്നത് കേവലം അവരുടെ ഒരു തോന്നലാണ് എന്ന അനുഭവം അവരാന്ന് മനസ്സിലാക്കുന്നു. ഈ സന്ദർഭമേ ദോനോക്കെ ബീച്ചിക്ക് ബാച്ചിത്താണ്. ആ സന്ദർഭത്തിൽ രണ്ടു പേരും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ദോസ്ത് ഗലീലിയോ ദേക്കോ ചാന്ദ് ഹമാരെ സാത്ത് ചൽ രഹാ ഹെ. ദോസ്ത് പറയാണ്, ഗലീലിയോ നോക്കൂ, ചന്ദ്രൻ നമ്മളോടൊപ്പം നടക്കുന്നു. ഗലീലിയോ നെഹി ചാന്ദ് നെഹി ചൽത്ത. ഇല്ല, ചന്ദ്രൻ നമ്മളോടൊപ്പം നടക്കുകയില്ല. ഇത് സിർഫ് ഹമേ ഐസാ ലഗ്താഹെ. അത് നമുക്ക് കേവലം അങ്ങനെ തോന്നുന്നതാണ്. ലഗ്താഹെ തോന്നുന്നതാണ്. ഇതിനെ നമുക്ക് ഷോർട്ടാക്കണം എന്നുണ്ടെങ്കിൽ നെഹി ഹമാര ഹമേ ഐസാ ലഗ്താഹെ അത്ര എഴുതിയാലും മതി കേട്ടോ. ഗലീലിയോ പറയാണ്, ഇല്ല, അങ്ങനെ ഇല്ല. ഹമേം ഐസാ ലഗ്താഹെ നമുക്കങ്ങനെ തോന്നുന്നതാണ്. ഷോർട്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ അണ്ടർലൈൻ ചെയ്ത് മാത്രം എഴുതാം. ഹമേ ഐസാ ലഗ്താഹെ. ദോസ്ത് ലേക്കിൻ ജബ് ഹം രുക്തേ ഹെ തോ ചാന്ദ് ഭി രുക്ക് ജാത്താ ഹെ. ദോസ്ത് പറയണേ, പക്ഷേ നമ്മൾ എപ്പോഴാണോ നിൽക്കുന്നത് അപ്പോൾ അതും നിൽക്കുന്നുണ്ട്. ഗലീലിയോ ഹാ ക്യോങ്കി വഹ് ബഹുത്ത് ദൂർ ഹെ. എന്തുകൊണ്ടെന്നാൽ അത് വളരെ ദൂരത്തിലാണുള്ളത്. ഹം ചൽത്തേ ഹെ നമ്മൾ നടക്കുന്നു. ഇസ്ലിയെ ഹമേം ലഗ്താ ഹെ കി വഹ് ബി ചൽ രഹാ ഹെ. അതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് അതും നടക്കുന്നുണ്ട് എന്ന് തോന്നുകയാണ്. വളരെ ഉയരത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ നടക്കുമ്പോൾ അതും നടക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നതാണ് എന്ന് ഗലീലിയോ പറയുന്നു. ദോസ്ത് തോ യഹ് സിർഫ് ഏക് ഭ്രം ഹെ. എങ്കിൽ അത് നമ്മളുടെ കേവലം ഒരു തോന്നൽ മാത്രമാണോ? ഭ്രം പറഞ്ഞാൽ തോന്നൽ, നമ്മളുടെ ഒരു തോന്നൽ മാത്രമാണോ അത്? ഗലീലിയോ ബിൽക്കുൽ ദൃഷ്ടി ഭ്രമഹി ഹെ. ബിൽക്കുൽ തികച്ചും എന്താണ്, അത് നമ്മളുടെ കണ്ണിൻ്റെ ഒരു തോന്നലാണ്. ദോസ്ത് അബ് സമജ് ഗയാ ഹമാരി ആങ്കോം കാ ധോക്കാ ഹെ. ഇപ്പോൾ മനസ്സിലായി, അത് നമ്മുടെ കണ്ണുകൾ നമ്മെ വഞ്ചിക്കുന്നതാണ് എന്നിപ്പോൾ മനസ്സിലായി. ഗലീലിയോ സഹി കഹ. ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ശരിയാണ് പറഞ്ഞത് എന്ന് ഗലീലിയോ പറയുന്നു. അത്രയാണ് നമ്മൾ വാർത്താലാപം ഉണ്ടാക്കിയത്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. സിമ്പിളായ സെൻറ്റൻസുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു വാർത്താലാപം അവർ ആ സമയത്ത് എന്തൊക്കെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക എന്ന് സങ്കല്പിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പം ഇനി അടുത്തത് നോക്കാം. ഗലീലിയോനെ अपने पिता के निर्णय के विरुद्ध डॉक्टरी के बदले विज्ञान പഠने का निश्चय किया. ഗലീലിയോ തൻ്റെ പിതാവിൻ്റെ തീരുമാനത്തിന് എതിരായിട്ട് ഡോക്ടറിക്ക് പകരം വിജ്ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നു. പിതാക്കെ डांटने पर गैलीलियो ने खुद अपने निर्णय को सही बताते हुए तर्क भी पेश किया. अपने होनहार बेटे इस गुश पिता द्वारा लिखित ഡയറി തയ്യാർ കരെ. അതായത് ഏതാണ് സന്ദർഭം എന്ന് നമ്മളോട് പറഞ്ഞു. ഗലീലിയോ ഡോക്ടറാക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഗലീലിയോക്ക് ശാസ്ത്രജ്ഞനാവാനായിരുന്നു താല്പര്യം. അപ്പോൾ ഗലീലിയോ എന്ത് ചെയ്തു? സബ്ജക്റ്റ് മാറ്റിയില്ലേ. അപ്പോൾ ആ സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള സംഭാഷണമാണ് ആ സംഭവത്തിന് ശേഷം പിതാവ് എഴുതിയ ഡയറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗലീലിയോക്കെ പിതാക്കി ഡയറി, പിതാവിൻ്റെ ഡയറിയാണ്. ആദ്യം തന്നെ ദിനാങ്ക് എഴുതണം. പിന്നെ ഇവിടെ എഴുതണം. ദിനാങ്കം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 15 ജൂൺ 1581 എഴുതിയത്. വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ളതായതുകൊണ്ട് അങ്ങനെ എഴുതിയത്. നിങ്ങൾക്കിവിടെ ഒരു ഡേറ്റ് കൊടുക്കാം, ഇഷ്ടമുള്ള ഡേറ്റ് കൊടുക്കാം. പിന്നെ സോമവാർ എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ എഴുതി ചേർത്തതാണ് സോമവാർ. നിങ്ങളിവിടെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ദിനം എഴുതണം, ഏതെങ്കിലും വാർ എഴുതാം. രവി, സോമം, മംഗൾ, ബുധ, ഗുരു, ശുക്ര, ശനി, അതിലേതെങ്കിലും ഒരു വാർ എഴുതുക. ഇനി നോക്കാം.
ആജ് മേരാ മൻ ഗർവ് ഓർ ഖുഷി സെ ഭർ ഉടാ ഹെ. ഇന്ന് എൻ്റെ മനസ്സ് അഭിമാനത്താലും സന്തോഷത്താലും നിറഞ്ഞിരിക്കുകയാണ്. മേരാ ബേട്ട ഗലീലിയോ അപ്നെ ഭവിഷ്യ കോ ലേക്കർ ഏക് ബഡാ നിർണയ ലിയാ ഹെ. എൻ്റെ മകൻ ഗലീലിയോ അവൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. വഹ് ഡോക്ടറി നഹി ബൽക്കി വിജ്ഞാൻ പഠന ചാത്താ ഹെ. അവൻ ഡോക്ടർ ആവാനല്ല മറിച്ച് ശാസ്ത്രജ്ഞനാവാനാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. യഹ് അച്ഛാ നിർണയ് ഹെ. ഇത് നല്ലൊരു തീരുമാനമാണ്. ഉസ്കെ ശബ്ദോമേ ദൃഢതാതി. അവൻ്റെ വാക്കുകളിൽ ദൃഢതയുണ്ടായിരുന്നു. ഒരു ഉറച്ച വാക്കുകളായിരുന്നു അവൻ്റേത്. വിശ്വാസമുണ്ടായിരുന്നു. അവൻ നല്ലൊരു ശാസ്ത്രജ്ഞനാകും എന്നൊരു വിശ്വാസം അവനിലുണ്ടായിരുന്നു. ആർ ഏക്ക് ചമക്ക് ദി. അവൻ സംസാരിക്കുന്ന സമയത്ത് അവൻ്റെ മുഖത്ത് നല്ല തിളക്കമുണ്ടായിരുന്നു. മേം ഉസ്സേ യഹി സുന്നാ ചാത്താത. ഞാൻ അവനിൽ നിന്നും ഇങ്ങനെ തന്നെയാണ് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നത്. മേരാ ബേട്ട ഗലീലിയോ അപ്നെ മാർഗ് പർ ചൽ രഹാ ഹെ. എൻ്റെ മകൻ ഗലീലിയോ സ്വന്തം മാർഗത്തിൽ ചലിക്കുന്നു. പർ ഉൻകാ രാസ്ത സത്യ കാ ഹെ. അവൻ്റെ വഴി സത്യത്തിൻ്റെതാണ്. ഏക് ദിൻ ഉസ്കി ബുദ്ധി മാനവതാ കെ ലിയെ ദീപക് ബനേഗി. ഒരു ദിവസം അവൻ്റെ ബുദ്ധി മനുഷ്യർക്ക് ഒരു ദീപസ്തംഭമാവും. ഇത്രയാണ് പിതാജി എഴുതിയ ഡയറി. അപ്പോൾ നമ്മൾ ഡയറിയും അതുപോലെ തന്നെ വാർത്താലാപം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ഡയറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പിതാജിയുടെ ലെറ്റർ എഴുതാൻ പറ്റും. മാറ്റർ ഇത് തന്നെ കൊടുക്കുക. പിന്നെ അതിൻ്റെ ഫോർമാറ്റ് മാത്രം മാറ്റുക. ഫോർമാറ്റ് പത്രം, അതായത് കത്തിൻ്റെ ഫോർമാറ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ഇതിലുള്ള മാറ്റർ ഉണ്ടല്ലോ, സബ്ജക്റ്റ് ഇത് തന്നെ കൊടുത്താൽ മതി. ഡയറിയിൽ നിന്ന് നമുക്ക് വേഗം ലെറ്ററായിട്ട് മാറ്റി എഴുതാൻ പറ്റും. ഡയറിയെ ലെറ്ററായിട്ട് മാറ്റി എഴുതാൻ സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതെല്ലാം ഇനി നമുക്ക് ലെറ്റർ വേണം എന്നുണ്ടെങ്കിൽ ലെറ്റർ, അതുപോലെ തന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻ, അതൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.